വെൽക്കം ടു ഗ്രോഗിൾ. കുറച്ച് കാലമായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് എനിക്കറിയാം ഇതൊരു ബിസി ഫേസ് ആയിരുന്നു. എനിക്കൊരു പുതിയ അപ്പാർട്ട്മെന്റ് കിട്ടി എറണാകുളത്ത്. അത് വളരെ നല്ല ആംബിയൻസ്, കാം ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് അപ്പാർട്ട്മെന്റ് ആണ്. ജോബും സ്റ്റാർട്ട് ചെയ്തു. സോ ലൈഫ് ഇപ്പോൾ ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സും അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസസിനെ പറ്റി പറയാനാണ്. നമുക്ക് എല്ലാവർക്കും പ്ലാൻസ് ഉണ്ടല്ലോ, റൈറ്റ്? ഇത് ചെയ്യണം, അത് കിട്ടണം എന്നൊക്കെ നമ്മളൊരു പെർഫെക്റ്റ് പിക്ചർ മൈൻഡിൽ ഉണ്ടാക്കും. പക്ഷെ ലൈഫ് എപ്പോഴും നമ്മളെ അതുപോലെ ഒന്നല്ല നടത്തിക്കാറ്. നമ്മളപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ പ്ലാനിങ്സ് ഒന്നും നമ്മൾ വിചാരിക്കണ പോലെ നടക്കാണ്ടാവുമ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഓരോ ഫീലിങ്സ് ആണ് സാഡും ഡിപ്രഷനും എൻസൈറ്റിയും ഐസോലേറ്റിയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു ഫേസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇത്ര ദിവസം. ആ സമയത്ത് പഠിച്ച വലിയൊരു ഗോൾഡൻ റൂൾ, എൻ്റെ ലൈഫിലൊരു ഗോൾഡൻ റൂളാണ് അക്സെപ്റ്റൻസ് ആൻഡ് മൂവിങ് ഫോർവേഡ്. ചില സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മതി. നമ്മൾ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിചാരിച്ചിരുന്ന പ്ലാൻ വർക്ക് ആയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫ് എന്തായാലും അവിടെ അവസാനിക്കാൻ പോകുന്നില്ല. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. Just keep in mind that sometimes rejection is redirection, sometimes delay is protection, and sometimes failure is preparation. നിങ്ങളുടെ പ്ലാൻ ഇപ്പോൾ വർക്ക് ആവണില്ല എന്ന് വിചാരിച്ചിട്ട് പ്ലീസ് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഫെയിലിംഗ്. യു ആർ ജസ്റ്റ് ലേണിംഗ് വാട്ട് ഡസൻറ്റ് വർക്ക് ഫോർ യു. കുറച്ചൊന്ന് സാഡായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മേ ബി ദാറ്റ് വുഡ് ഹെൽപ്പ് യു ഔട്ട്. ഫസ്റ്റ് വൺ ഇസ് ടോക്ക് ടു യുവർ സെൽഫ് ഔട്ട് ലൗഡ്. ഓക്കെ, സൗണ്ട്സ് വിയർഡ് ബട്ട് ഹിയർ മീ ഔട്ട്. നമ്മളിപ്പോൾ സാഡോ കൺഫ്യൂസ്ഡ് ഒക്കെ ആണെങ്കിൽ ഓർ എൽസ് നമ്മുടെ തോട്ട്സ് ഇങ്ങനെ ഹെഡിൽ കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ടോക്കിംഗ് ഔട്ട് ലൗഡ് വിൽ ഹെൽപ്പ് യു. ഇത് നമ്മുടെ ഇമോഷൻസ് ആൻഡ് മൈൻഡിനെ കാം ഡൗൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ യു വോക്ക് അപ്പ് ലേറ്റ്, പെട്ടെന്ന് പാനിക് ആവാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വിചാരിക്കുക, ഓ ഇന്നത്തെ ഡേ പോയി, ഞാൻ എന്ത് ലേസിയാണെന്നൊക്കെ. ആ മൊമെൻറ്റിൽ ജസ്റ്റ് ടേക്ക് എ പോസ് ആൻഡ് നിങ്ങളോട് തന്നെ സംസാരിക്കുക. ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഐ വോക്ക് അപ്പ് ലേറ്റ്, ബട്ട് എൻ്റെ ഡേ ഇനിയും ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും എൻ്റെ ഡേ ബെറ്റർ ആക്കാൻ ടൈമുണ്ട്. സീ ദ ഡിഫറൻസ്. ഫസ്റ്റ് തോട്ട് ഒരു നെഗറ്റീവ് ആൻഡ് സെൽഫ് ബ്ലെയിമിങ് തോട്ടാണ്. ഇത് നമ്മുടെ ലൈഫിനെ ഹാപ്പി ഒരിക്കലും ആക്കൂല. ആ സമയത്ത് സെക്കൻഡ് തോട്ട് ഇസ് പോസിറ്റീവ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ ആ മിസ്റ്റേക്കിനെ അക്നോളജും ചെയ്യുന്നുണ്ട്. നമ്മളെ സെൽഫ് ബ്ലെയിം ചെയ്യാണ്ട് അക്സെപ്റ്റ് ചെയ്ത് ഇനിയും ബെറ്റർ ആക്കാം എന്ന ഹോപ്പിലാണ് അത് പറയുമ്പോൾ. അപ്പം തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിനെ ഇത് ബൂസ്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ സെൽഫ് ബ്ലെയിം ചെയ്യുമ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ പോസ്റ്റ് ചെയ്ത് അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കാം. സെക്കൻഡ് വൺ ഈസ് ഡു വൺ യൂസ്ഫുൾ തിങ് എ ഡേ. നമ്മളിപ്പോൾ ഡൗൺ ഓർ മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു ഫേസിലാണ്. അപ്പോൾ ആ ടൈമിൽ ആ ഒരു ഡിപ്രസ് സിറ്റുവേഷൻ മാറ്റാൻ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാനൊക്കെ നോക്കും. ആൻഡ് നമ്മൾ പ്ലാൻ ചെയ്യും ആ ഡേ വിത്ത് എ ലോങ് ടു ഡു ലിസ്റ്റ്. ഓൾറെഡി നമ്മൾ ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളും ഈ ടു ഡു ലിസ്റ്റൊക്കെ കാണുമ്പോൾ ഉള്ള കുറച്ച് മോട്ടിവേഷൻ കൂടി പോയി കിട്ടും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ്, ജസ്റ്റ് ഡു വൺ യൂസ്ഫുൾ തിങ്. It could be washing your bedsheet, drinking enough water, finishing one small task. ഇതൊരു മൊമെൻറ്റം ബിൽഡ് ചെയ്യും. ആൻഡ് പതുക്കെ നമ്മുടെ ലൈഫ് വീണ്ടും ഓർഗനൈസ്ഡ് ആവാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ യുവർ ഹോൾ റൂം ഇസ് എ മെസ് ആൻഡ് നിങ്ങൾക്കറിയില്ല ഇത് എവിടെ നിന്ന് ക്ലീനാക്കി തുടങ്ങണമെന്ന്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സിങ് യുവർ സെൽഫ് ടു ക്ലീൻ എവറിത്തിങ്, ജസ്റ്റ് ടെൽ യുവർ സെൽഫ് ദാറ്റ് ഓക്കെ, ഇന്ന് ഞാൻ എൻ്റെ തുണികൾ മാത്രം മടക്കി വയ്ക്കും ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും ഒരു ഓട്ടോമാറ്റിക് ബെറ്റർ ഫീലിംഗ്. മേ ബി യു ആർ ഈവൻ എൻഡ് അപ്പ് ഓർഗനൈസിങ് യുവർ ഡെസ്ക് ടു. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്. One small useful thing a day slowly pulls you out of that messy headspace. Third one is do your hardest task first. Here's something most people get wrong. നമ്മുടെ most important കാര്യം നമ്മൾ ചെയ്യാൻ ഡിലേ ആക്കും, thinking we will do it later when we feel ready. ബട്ട് ട്രൂത്ത് എന്താ വെച്ചാൽ ആ ഇമ്പോർട്ടൻറ്റ് കാര്യത്തെ ഡിലേ ആക്കുന്തോറും നമ്മുടെ മനസ്സിൽ പ്രഷറിന് കൂടിക്കൊണ്ടേയിരിക്കും. സോ മേക്ക് യുവർ ഹാർഡസ്റ്റ് ടാസ്ക് ദ ഫസ്റ്റ് തിങ് യു ഡു ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ആക്കണ ഒരാളാണെങ്കിൽ സ്റ്റഡി ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. നമ്മുടെ ഡേ സ്കിൻ കെയറോ വർക്കൗട്ടോ ക്ലീൻ ചെയ്തോ അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടേ. ഇൻസ്റ്റഡ് സ്റ്റാർട്ട് വിത്ത് സ്റ്റഡിയിങ്. ഈ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഫീൽ ലൈറ്റർ, മോർ കോൺഫിഡൻറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബോഡിക്കോ റൂട്ടീനോ അല്ലെങ്കിൽ സെൽഫ് കെയറിനൊക്കെ വേണ്ടി എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാം. ബിക്കോസ് യുവർ പ്രയോറിറ്റി ഈസ് ഓൾറെഡി ഡൺ. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾസിനനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റി മാറ്റാം.
ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസിപ്ലിൻ ആൻഡ് നത്തിങ് അബൌട്ട് പെർഫെക്ഷൻ. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഫിനിഷ് ആക്കുമ്പോൾ നമ്മുടെ ആ എൻറ്റയർ ഡേ വർക്ക്സ് ഔട്ട് ഇൻ എ ബെറ്റർ വേ. സോ നെക്സ്റ്റ് ടൈം ഡേ പ്ലാൻ ആക്കുമ്പോൾ പ്ലാൻ യുവർ ഡേ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കംപ്ലീറ്റിംഗ് ദ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഫസ്റ്റ്. The most important thing is enjoy your life always. നിങ്ങൾ ഈ കോട്ട് കേട്ടിട്ടുണ്ടാവും, when things don't go right, go left. ചില കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ല എന്ന് വിചാരിച്ച് അവിടെയും കൊണ്ട് നമ്മുടെ ലൈഫ് അവസാനിക്കാൻ പോകുന്നില്ല. We always have option to be happy. We always have option to be better. നമ്മളാണ് ഡിസിഷൻ എടുക്കേണ്ട ആൾക്കാർ. So decide your happiness and act upon it. So yeah, that's it for the video. In the next video I will be mostly doing the videos based on self-improvement, self-care and study routines. So yeah, stay tuned for that and bye. Take care.